റോണിന്റെ ഹൈറ്റ് എത്രയുണ്ട്? എൻ്റെ 5'7". 5'7". ഞാൻ 5'5" ഉള്ളൂ. എനിക്കിത് എത്തോ പത്തോ കളിയാണ് full time. അങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഫുട്ട് രണ്ടും എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും എനിക്ക് മാനേജ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 2024 മോഡലായ എക്സ്പൾസ് 200 Pro ആയിട്ടാണ്. ഇതേ സെയിം വണ്ടിയുടെ ഒരു റൈഡ് റിവ്യൂ ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ സ്ക്രീനിൽ എവിടെയെങ്കിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. കാണാത്തവർ കയറി കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ഐഡിയ കിട്ടും. ഇതെൻ്റെ ഫ്രണ്ട് റോൺ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പുള്ളി ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് 4 മാസം ആയിട്ടേ ഉള്ളൂ. ഇതെൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ പുള്ളി എടുത്തതാണ്. അപ്പോൾ ബേസിക്കലി ഇനി നമുക്ക് ഈ പറഞ്ഞ എക്സ്പൾസ് പ്രോ കിട്ടണമെങ്കിൽ യൂസ്ഡേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഷോറൂമിലെല്ലാം 1-2 പീസ് എവിടെയും ബാക്കി ഉണ്ടെങ്കിൽ പുതിയത് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പൾസ് 210 ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു യൂസ്ഡ് എക്സ്പൾസ് പ്രോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്ന പണികൾ അല്ലെങ്കിൽ കിട്ടാത്ത പണികൾ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ റോൺ, ഈ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് 4 മാസമായി. അപ്പോൾ നിൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടോ? അധികം പ്രശ്നങ്ങളെ പറ്റി എനിക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയാം. കാരണം ഞാൻ നേരത്തെ ഓടിച്ചിരുന്ന വണ്ടി, ഞാൻ സ്റ്റാർട്ടിങ് ഓടിച്ചു തുടങ്ങിയത് നമ്മുടെ ചേതക്കായിരുന്നു. അപ്പോൾ അറിയാലോ, ഒരു 6 വർഷത്തേക്ക് ഞാൻ എപ്പോഴും ഉണ്ട്. പിന്നെ ഒരിക്കലും സീരീസ് അത് കഴിഞ്ഞിട്ട് പിന്നെ 125cc നമ്മുടെ ഹോണ്ട സ്റ്റണ്ണർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ഷൈൻ, അതേ സെയിം അത് തന്നെയാണല്ലോ. അതിൽ നിന്നും ഒരു 200ലേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ ഒരു ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ. അത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങൾ തന്നെ തുടങ്ങിയത് തന്നെ. ഒബ്വിയസ്ലി ഇതൊരു കിടിലൻ വണ്ടി തന്നെയാണ്. പക്ഷേ ഏതൊരു വണ്ടിക്ക് അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ടാവും. അപ്പോൾ മൈനസിനെ തുടങ്ങിയെന്ന് മാത്രം എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരു ശീലിച്ചു. ഇല്ല എന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഒരു വിഷയമാണ്. ഫ്യൂവൽ ഗേജ് അത്ര ആക്യുറേറ്റ് ആണ്. അത് ഇതിനു മുന്നേ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? എനിക്ക് ഒരിക്കലും ഒരു ലോങ് പോയപ്പോഴേക്കും ഞാൻ ഒരു ഫുൾ ടാങ്ക് അടിച്ചതാണ്. ഫുൾ ടാങ്ക് അല്ല, ഞാൻ സോറി, 500 രൂപയ്ക്ക് അടിച്ചതാണ്. അപ്പോൾ അതിനകത്തൊരു 4-5 മറ്റേ ബാറുകൾ കാണിക്കും. പിന്നെ കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും അത് പെട്ടെന്ന് താഴാൻ തുടങ്ങി. പിന്നെ പിറ്റേ ദിവസം എടുത്തപ്പോഴേക്കും അത് അധികം ലോങ് ഇൻ ദ സെൻസ് 500 രൂപയ്ക്കുള്ള ഓട്ടം അല്ലായിരുന്നു. പക്ഷെ തിരിച്ച് വന്നപ്പോഴേക്കും ലാസ്റ്റ് ബാർ ബ്ലിങ്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തോണ്ടിരിക്കും. അതൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ അത് മാത്രം റിലേ ചെയ്ത് പോയി കഴിഞ്ഞാൽ വഴി കിടക്കും. എൻ്റെ ഓഫീസിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എക്സ്പൾസ് 200 അതാണ് ആദ്യമായിട്ട് ഞാൻ ഓടിക്കുന്നത്. അങ്ങനെ ഓടിച്ചാണ് ഞാൻ ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതേ 4 വാലിൻ്റെ ഒരു ഞാൻ ചോദിച്ചപ്പോഴേക്കും അവൻ ഈ പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനി ഈ കോമൺ ഇഷ്യൂ ആണോ എന്നുള്ളത് അതെ, അത് വണ്ടിയുടെ പ്രശ്നമാണെന്നുള്ളത് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് ഉദ്ദേശിച്ചത്. ഇപ്പോൾ എക്സ്പൾസ് പ്രോ ഉപയോഗിക്കുന്ന ആൾക്കാർ ആരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറെ കൂടി ക്ലാരിറ്റി കിട്ടും. ഇതൊക്കെ ശരിക്കും കോമൺ ആയിട്ടുള്ള പ്രശ്നമാണോ, ഈ വണ്ടിയുടെ മാത്രമാണോ എന്നുള്ളത്. അതെ. നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഈ 3 മാസം ഫെബ്രുവരി. റസ്റ്റിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ട്. റസ്റ്റിങ്ങിന്റെ ഇഷ്യൂസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ചെറിയ ഇഷ്യൂസ് ആണ്. പക്ഷേ എന്നാലും ഇവിടെ ഒരു റസ്റ്റിന്റെ ഒരു ഇത് കണ്ടു. സ്റ്റാർട്ടിംഗ് മോഡൽ അല്ലേ? ഓക്കെ. പിന്നെ ഫോർക്കിന്റെ എവിടെയാണെന്ന് തോന്നുന്നു നമ്മളൊന്ന് കണ്ടത്. ഓക്കെ. അപ്പോൾ ഈ റസ്റ്റിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ വണ്ടി എങ്ങനെയാണ്? പുറത്താണോ ഇരിക്കാറ് അതോ ക്ലോസ് പാർക്കിങ്ങിലാണോ ഇരിക്കാറ്? ഞാൻ ഓഫീസിലാണെങ്കിൽ ഞാൻ പുറത്താണ് വെക്കുന്നത്. അവിടെ വെക്കാൻ സ്ഥലമില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ പവർ സെന്റിന്റെ ഉള്ളിൽ തന്നെയാണ് വെക്കുന്നത്. അല്ല, എപ്പോഴും അങ്ങനെ, അതായത് മഴയത്തും വേരത്ത് മാറാത്ത ഭംഗിയായിട്ട് ഒരു പരിധി വരെ ഇരിക്കാറുണ്ട്. മിക്ക സമയത്ത് ഞാനതൊരു പോർച്ചോ അല്ലെങ്കിൽ അങ്ങനെ അടച്ചിരിക്കാനുള്ള ഒരു സ്പേസ്. അപ്പോൾ സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് പാർക്കിംഗ് ഉണ്ടാവില്ല, റോഡ് സൈഡിലായിരിക്കും വെക്കുന്നത്. അങ്ങനത്തെ വണ്ടികൾക്ക് ഇറ്റ്സ് പ്രോൺ ടു റസ്റ്റിംഗ് വരാനായിട്ട്. പക്ഷേ ഈ ഒരു കേസ് എനിക്ക് തോന്നുന്നില്ല അതൊരു കാരണമാണെന്നുള്ളത്. ഈ ക്വാളിറ്റി ഇഷ്യൂസ് തന്നെയാണ്. പക്ഷേ വണ്ടി ഇപ്പോഴും വാറണ്ടിയിലല്ലേ? വണ്ടി ഇപ്പോൾ വാറണ്ടി. അടുത്ത സർവീസ് അവിടെ സംസാരിച്ച് എൻ്റെ ഞാൻ പറഞ്ഞില്ല, ഓഫീസിലുള്ള എൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവനും റസ്റ്റിങ്ങിൻ്റെ ഇഷ്യൂസ് പറഞ്ഞിരുന്നു. അവന് ഈ പറഞ്ഞ ഈ നമ്മുടെ സ്ക്രാച്ച് കാർഡിൻ്റെ അവിടെ കണ്ടിരുന്നു. അങ്ങനെ അവനും പറഞ്ഞിരുന്നു റസ്റ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു വണ്ടി എടുത്ത് കാണുകയാണെങ്കിൽ അവനായിട്ടും ഞാൻ ചോദിക്കാറുണ്ട്. ഓക്കെ. നെഗറ്റീവ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് നമുക്ക് കാണാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു 125 ഒരു 200 വന്നപ്പോൾ ആ ഒരു ചേഞ്ച്. ഒബ്വിയസ്ലി നമ്മുടെ മനസ്സെത്തുന്ന സ്ഥലത്ത് തന്നെ വണ്ടി എത്തുന്നു എന്നുള്ള ഒരു സന്തോഷം ഇപ്പൊ നമ്മുടെ റോഡിലൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ശരിക്കും ആ വ്യത്യാസം എനിക്ക് മനസ്സിലാവും. അത് ശരിക്കും എനിക്ക് മനസ്സിലാവും മറ്റേ പുല്ലേപ്പടി പാലത്തിൽ കൂടി പോയപ്പോഴാണ്. പണ്ട് നമ്മുടെ മറ്റേ വണ്ടിക്ക് അല്ല, ആ പാലത്തിന്റെ പ്രത്യേകത തന്നെ അത് വർഷങ്ങളെല്ലാ സമയം മറ്റേ ഫീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആ പാലത്തിൽ കൂടി ഒരിക്കലും പണ്ടത്തെ വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും ശരിക്കും അടി കൊള്ളും നമുക്ക്. പക്ഷേ ഇവനായിട്ട് ഒരിക്കലും കൺട്രാക്ഷൻ ഞാൻ പോയപ്പോഴേക്കും എനിക്ക് ആ ഒരു വ്യത്യാസത്തേക്ക് മനസ്സിലായി. എടുത്തപ്പോഴും എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഹൈറ്റ് എത്രയാണ്? എൻ്റെ 5'7". ഞാൻ 5'5" ഉള്ളൂ. എനിക്കിത് എത്തോ പത്തോ കളിയാണ്. എനിക്ക് എൻ്റെ
എൻ്റെ ഫുട്ട് രണ്ടും എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും എനിക്ക് മാനേജ് ചെയ്യാം. ട്രാഫിക്കിലൊന്നും പ്രശ്നമില്ല. വണ്ടി ഓടിച്ചു തുടങ്ങി കഴിഞ്ഞാലും പ്രശ്നമില്ല. പിന്നെ അതുപോലെ ട്രാഫിക്കിൽ എനിക്ക് ആദ്യമൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ആ വിഷയമില്ല. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി വല്ലയിടത്തും പാർക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതെ, ഇപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ വല്ലയിടത്തും പാർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളത് ചിന്തിക്കും, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നേരത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ എടുത്തങ്ങ് പോവാം. പക്ഷെ ഇതങ്ങനെയല്ല. വല്ല ഉള്ളിലെ വഴിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേട്ടാ ഒന്ന് തള്ളിത്തരും എന്ന് പറയേണ്ട അവസ്ഥയാണ്. അല്ല, അതിനി മൂവിങ് ഫോർവേഡ് വലിയ ഇടിവെടുത്താൽ ആ പ്രശ്നം അതുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ആ സമയത്ത് ശരിക്കും നമ്മൾ വണ്ടിയുടെ വെയിറ്റ് ഒക്കെ നമുക്ക് ശരിക്കും അറിയും, കാലാപ്പിടുത്തം വരും. അതെ അതെ. പിന്നെ അതെനിക്കൊരു നെഗറ്റീവ്, അതെന്റെ പ്രശ്നമുള്ളത്. നമുക്ക് എന്നെക്കാളും പൊക്കം കുറഞ്ഞ എത്രയോ പേര് വണ്ടി കൊണ്ടുപോകും. അത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയാറുണ്ട്, ഈ ഹൈറ്റ് നമ്മുടെ തലയിലുള്ള ബ്ലോക്കർ മാത്രമാണെന്നുള്ളത്. വണ്ടി യൂസ് ടു ആയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ. ഈ വണ്ടി ഞാൻ ആകെ 2 തവണ ഓടിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ എടുത്തു. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. സിറ്റിക്കകത്തോട്ട് കയറുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോവോ എന്നുള്ള പേടിയാണ്. ഒന്നാമത് എൻ്റെ വണ്ടിയല്ല, ഫ്രണ്ട്സിൻ്റെ വണ്ടി നമ്മൾ കുറേ കൂടി കൺസേൺ ആവും, എനിക്ക് വല്ലതും പറ്റുമോ എന്നുള്ളൊരു ആ ഒരു പേടി നമുക്ക് വരുമല്ലോ. അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ സ്വന്തം വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റോൺ യൂസ് ടു ആയി, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ഒരു ടേൺ ഒക്കെ എടുക്കുമ്പോഴേക്കും ഞാൻ ഇപ്പോഴും ചെറിയൊരു കോൺഫിഡൻസ് ഇല്ലായ്മ. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കുറച്ച് നാൾ കൂടെ ഓടിക്കാൻ ശരിയാകുള്ളൂ. പിന്നെ നമ്മൾ ഈ വണ്ടി കൂടുതലും സിറ്റി യൂസിനല്ലല്ലോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ വണ്ടി നമ്മൾ കൊണ്ടുനടക്കുന്ന പോലെ ഇരിക്കും, നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള സിറ്റിക്കകത്ത്. ഓഫ് റോഡ്സ് ഒക്കെ പോകാറുണ്ട്. ഓഫ് റോഡ്സ് ഞാൻ ഇതുവരെ പോയി തുടങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ അവസാനം ഒരു കുമരകം പോയിരുന്നു. പക്ഷേ അതൊരു ഓഫ് റോഡ് ആയിട്ടുള്ള സ്ഥലം. പക്ഷേ എത്തേണ്ട സ്ഥലത്തിന് ഓഫ് റോഡ് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് നല്ല സ്ട്രെച്ച് വണ്ടി ഓടിച്ചിട്ട് ആ ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ വരെ ഒരു ചെറിയൊരു ഓഫ് റോഡിങ് ഉണ്ട്. അപ്പോൾ ഹൈവേസിലൊക്കെ എങ്ങനെ തോന്നിയിട്ടുണ്ട് വണ്ടി? നല്ല, എനിക്ക് സ്റ്റെബിലിറ്റി ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം പലരും പ്രോയിൽ എനിക്കറിയില്ല, പഴയ എക്സ്പൾസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹൈവേയിൽ പോകുമ്പോൾ സ്റ്റെബിലിറ്റി കുറച്ച് കുറവാണ്, ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ലോങ് ദൂരം പോയിട്ട് എനിക്ക് അത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. പിന്നെ വണ്ടിയുടെ മൈലേജിന്റെ കാര്യം വരുമ്പോൾ യൂസ് ആയിരിക്കും. അപ്പോൾ ഒരു ആവറേജ് എത്ര കിട്ടുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഫ്യൂവലിന്റെ ഈ പ്രശ്നമുള്ള ഗേജിന്റെ ഈ പ്രശ്നമുള്ളതാണ് എനിക്ക് ശരിക്കും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ തുടക്കത്തിൽ ഞാൻ എടുത്തപ്പോൾ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 33-35 ആ റേഞ്ച് വരുന്നുണ്ട്. 35 കാണുന്നിട്ടില്ല. പിന്നെ എൻ്റെ ഓടിക്കണതിന്റെ പ്രത്യേകതയാണോ എന്നാലും ഒരു 30-35 നമുക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യാം. അതെ, ഇപ്പോൾ വണ്ടി ഇപ്പോൾ വാറന്റിയിലല്ലേ? 3 വർഷമല്ലേ വണ്ടി? 3 വർഷം. വാറന്റിയിൽ എന്തെങ്കിലും സാധനം റീപ്ലേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു? റീപ്ലേസ് ചെയ്യേണ്ട എനിക്ക് എൻ്റെ ഫുൾ കീ സെറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഒരിക്കലും പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടിയിൽ നിർത്തി നോക്കിയപ്പോഴേ അതിൻ്റെ ഉള്ളിലത്തുള്ള ഒരു അതിങ്ങനെ പൊട്ടിയിരിക്കുകയായിരുന്നു. പെട്രോൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ എടുത്ത സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് പയ്യെ വീണായിരുന്നു. എന്ന് വെച്ചാൽ റണ്ണിങ്ങിലല്ല, ഞാൻ എടുത്തായിരുന്നു. അങ്ങനെ പയ്യെ ഞാൻ കിടത്തിയാണ് എടുത്തത്. പക്ഷെ അങ്ങനെ വന്നപ്പോഴേക്കും അന്ന് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. എണ്ണ അതിലെ കൂടി പുറത്തേക്ക് അത് വന്നു. അന്ന് ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ ഒരിക്കലും പെട്രോൾ അടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അതിങ്ങനെ പൊട്ടിയിരിക്കുന്നതായിട്ട് കണ്ടത്. ലാസ്റ്റ് സർവീസിന് പോയപ്പോഴേക്കും അത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വാറണ്ടിയിലാണ്, അത് മാറ്റി തരാമെന്നാണ്. ഫുള്ളും മാറി. ലോങ് ഒക്കെ പോകുമ്പോഴേക്കും എനിക്ക് മറ്റേ സീറ്റിൻ്റെ കംഫർട്ട്, അത് ഞാൻ പറയുന്നത് ഞാൻ സിറ്റി മാത്രമല്ല ഓടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്കതങ്ങനെ വന്നിട്ടില്ല. പക്ഷേ കുമരകം ഞാൻ പോയപ്പോഴേക്കും, ലോങ് പോയപ്പോഴേക്കും കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഒരു കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഓബിയസ് ഇതൊരു ഈ പറഞ്ഞ അഡ്വഞ്ചർ ബൈക്ക് ആണല്ലോ, അതിന് ചെറിയ എന്തെങ്കിലും ട്വീക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സീറ്റ് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും. ടൂറിംഗ് സീറ്റ്സ് ഒക്കെ എന്തോ വരുന്നുണ്ട്, പക്ഷെ അത് പിന്നെയും ഹൈറ്റ് കൂടും. ആ ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തുള്ള ഈ അവസ്ഥ കാലൊന്ന് റെഡി ആക്കിയിട്ട് ഹൈറ്റ് കൂട്ടാൻ. പിന്നെ വേറെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഷ് കാർഡ് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് വെക്കാം. അപ്പോൾ വണ്ടി വീണാലും ഇത്രയൊക്കെ തന്നെ പറ്റത്തുള്ളൂ എന്നറിയാം. ഇപ്പൊ ഈ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രീവിയസ് ഓണർ ഉള്ളപ്പോൾ തന്നെ വണ്ടി കയ്യിൽ നിന്ന് മറിഞ്ഞു വേണ്ടി കണ്ടു. ടാങ്കിന്റെ ഇവിടെ ഒരു ചെറിയൊരു ക്രാഷ് കാർഡ് ബെൻഡായിട്ട് ടാങ്കിൽ ഇടിച്ച് കയറിയത്. വേറൊന്നും പറ്റിയിട്ടില്ല. പിന്നെ കാണാനുള്ള ഈ സ്ക്രാച്ച് മാത്രം. അത് റണ്ണിങ്ങിൽ വീണതല്ല, പുള്ളി എടുത്ത സമയത്ത് കയ്യിൽ നിന്ന് പോയിട്ട് അങ്ങനെ വീണ ഒരു പാടാണ്. പിന്നെ അഡ്വഞ്ചർ വണ്ടി ആയതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ ഒരു അലങ്കാരമായിട്ടാണ് കാണുന്നത്. അഡ്വഞ്ചർ വണ്ടികൾക്ക് ഇതൊരു പറഞ്ഞത് അലങ്കാരമാണ്, മൈൻഡ് ചെയ്യുന്ന കാര്യമില്ല. ഇതിന്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി എങ്ങനെയുണ്ട്? കുറവാണെന്ന് എനിക്കറിയാം, കാരണം ഓക്സാംസ് ഒക്കെ കണ്ടു. എനിക്ക് സിറ്റിയിൽ വരെ അത്യാവശ്യം മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആണ്, ശരിയാണ്. സ്വന്തം വണ്ടി ആയതുകൊണ്ട് എനിക്ക് എടുത്ത് പറയാനും ശരിയാണ്, വിസിബിലിറ്റി കുറവാണ്. ഞാൻ ഈ വണ്ടി ഞാൻ പറഞ്ഞത് എൻ്റെ പ്രീവിയസ് ഓണർ എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. ആ വണ്ടി ദിവസം രാത്രി ഞാൻ കണ്ടുപോയപ്പോൾ ഒരു മെഴുകുതിരി വട്ടം പോലും ഇല്ല എന്നുള്ള സത്യം പറയാം. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ളത് നമുക്ക് മാനേജ് ചെയ്യാം. ഒരു പിച്ച് ഡാർക്ക് റോഡ് പോയി കഴിഞ്ഞാൽ ഓക്കെ ലൈറ്റ് ഉണ്ട് മനസ്സിലാവും. അല്ലാണ്ട് പക്ഷേ ജനറലി ഇപ്പം ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും LED ലൈറ്റ്സ് കണക്ക് തന്നെയാണ്. അത് ആരാണ് ഇതൊക്കെ R&D ചെയ്ത് ഇറക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പഴയ ഹാലജൻ ഹെഡ് ലാംപ്സ് തന്നെ മതി എന്ന് തോന്നിപ്പോകും. പിന്നെ വണ്ടി ഇപ്പോൾ 6000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞില്ലേ? ചെയിൻ്റെ ലൈഫൊക്കെ എങ്ങനെയാണ്? ലാസ്റ്റ് സർവീസിന് കയറ്റിയപ്പോൾ അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 10,000-12,000 ഒക്കെ ആകുമ്പോഴേക്കും ആയി സത്തുമായിരിക്കും. ഈ പറഞ്ഞ എവറി 500 കിലോമീറ്റേഴ്സ്
നമ്മൾ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണം. ഇപ്പോൾ പിന്നെ മഴക്കാലം തുടങ്ങാണ്. അപ്പോൾ ഒരു 250 ഒക്കെ ആകുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്താൽ കുറേ കൂടി ലൈഫ് കിട്ടും. എൻ്റെ CB350 ഇതല്ല, CB350യുടെ സ്റ്റോക്ക് ചെയിൻ എനിക്ക് ലൈഫ് കിട്ടി 26,000 കിലോമീറ്റർ. അത് പലർക്കും 10,000 12,000 ഒക്കെ പോയിട്ടുണ്ട്. അത് ഞാൻ ബേസിക്കലി പറഞ്ഞ പോലെ എല്ലാ 500 കിലോമീറ്റേഴ്സ് കൂടുമ്പോൾ ഞാൻ തന്നെ ഇരുന്നു. അത് പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്, ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല, നമ്മൾ പാഡോക്ക് സ്റ്റാൻഡ് വാങ്ങി വെക്കേണ്ടി വരും. സെൻട്രൽ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് ചെയിൻ ക്ലീനർ ആയിട്ട് യൂസ് ചെയ്യുന്ന WD-40 WD-40 അടിച്ച് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് മൈക്രോഫൈബർ ക്ലോത്ത് തുറത്തെടുത്തിട്ട് ലൂബ് ചെയ്ത് വിടും. അതുകൊണ്ട് എനിക്ക് ഒരു 26,500 കിലോമീറ്റേഴ്സ് എൻ്റെ CB350 ചെയ്യുന്ന ലൈഫ് കിട്ടുന്ന പറയാം. യൂസേഴ്സിന്റെ ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ആ ഒരു ഫീൽഡിൽ ഞാനൊരു ഇത്തിരി അത് വേറെ നമ്മള് ബിഗിനർ ആണല്ലോ. റോണിനെ സംബന്ധിച്ച് റോൺ ഈ പറഞ്ഞ സണ്ണർ ഉപയോഗിച്ചു, അത് കോളേജ് സമയത്തായിരുന്നു. അത് പിന്നെ ചെയിൻ കവറൊക്കെ നമ്മൾ തീരെ മെയിൻറ്റെയിൻ ചെയ്തില്ല. ഞാൻ അവസാനം ഇത് ചെയിൻ കവർ ഊരി. ഇതിൽ തന്നെ റോൺ അടുത്ത വണ്ടി അപ്ഗ്രേഡ് ചെയ്യുമ്പോഴേക്കും പല കാര്യങ്ങളും പഠിക്കും. അതൊക്കെ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയം വരെ വണ്ടി പ്രാന്തുള്ളതുകൊണ്ട് അതിങ്ങനെ പഠിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പൾസർ 150 ആയിരുന്നു എൻ്റെ ആദ്യത്തെ വണ്ടി. എൻ്റെ വണ്ടിയായിരുന്നു, എൻ്റെ ചേട്ടൻ്റെ വണ്ടിയായിരുന്നു. പുള്ളിക്ക് ആ സമയത്ത് RX-ന്റെ ഭ്രാന്ത് കയറി പുള്ളി RX എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പൾസർ എനിക്ക് തന്നിട്ട് പോയി. അത് 3 മാസം കഴിഞ്ഞ് പുള്ളി നാട്ടിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ഈ വണ്ടിയുടെ അവസ്ഥ എന്നുള്ളത്. കാരണം നമുക്കറിയില്ല, നമ്മൾ കൊണ്ടുവരുന്ന പഠിക്കണേ. ഈ ചെയിൻ അടിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഒച്ച വരുന്ന ശ്രദ്ധിക്കുന്നില്ല. പതുക്കെ വണ്ടിയിൽ കയറാൻ പോകുന്ന തുടങ്ങും. അത് റോണും ഈ പറഞ്ഞ പോലെ പതുക്കെ പഠിക്കും. അതൊരു പ്രശ്നമുള്ള കേസല്ല. ഞാൻ പക്ഷെ എന്നാലും ഒരു 500 കിലോമീറ്റേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ലൂബ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു മാൻഡേറ്ററി ആയിട്ട് കീപ്പ് അപ്പ് ചെയ്താൽ ഇപ്പോൾ വണ്ടി ഓടിയില്ലെങ്കിൽ ഇപ്പോൾ ചെളിയാണെന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു 500 കിലോമീറ്റേഴ്സ് നോട്ട് ചെയ്യുക, ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുക. ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിക്കുള്ള ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. റോണിപ്പോൾ ഈ അടുത്തല്ലേ സർവീസ് ചെയ്യുന്നത്, പിന്നെ മഴയും ഇതൊക്കെയല്ലേ. അത് ഒബ്വിയസ് ആണ്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈസിലി ഒരു 15,000 ഒക്കെ ലൈഫ് സുഖമായിട്ട് കിട്ടുന്നതാണ്. മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ് വണ്ടി കൊണ്ട്. ആ ഒരു ജമ്പ് ഉണ്ടല്ലോ 125 നേരെ 200 ശരിക്കും. പിന്നെ വേറെ പറയേണ്ട ഒരു കാര്യം, ഞാൻ അടിക്കുന്ന പെട്രോൾ ഞാൻ പവർ ആണ് അടിക്കുന്നത്. നേരത്തെ സാധാ പെട്രോൾ അടിച്ചിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ പവർ അടിച്ചപ്പോൾ എനിക്ക് ആ വേരിയേഷൻ ശരിക്കും മനസ്സിലായി. വണ്ടി ആ റെസ്പോൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു 5 രൂപ കൂടിയാലും വണ്ടിക്ക് ചിലപ്പോൾ അത് നല്ലതാണെന്നുള്ള ഞാൻ ഇപ്പൊ അതാണ് ഉപയോഗിക്കുന്നത്. 165 രൂപയുള്ള XP 100 അടിച്ച് അത് പോകണം. ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലോട്ട് ആയിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് 2 ലിറ്റർ എടുത്തിട്ട് ഫുൾ കാര്യമായിട്ട് മണപ്പിക്കാൻ. എനിക്കൊരു RX ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, കണ്ടിട്ടുണ്ടാവും വണ്ടി. ആ വണ്ടി കൊടുക്കുന്നതിന്റെ തലേന്ന് എനിക്കറിയാം വണ്ടി കൊടുക്കുകയാണെന്ന് അറിയാം. അപ്പോൾ എനിക്കൊരു ആഗ്രഹം XP 100 ഇട്ട് ഓടിച്ച് നോക്കിയാലെന്നുള്ളത്. ഇതിന് മുന്നേ ഒരു 1-2 വീഡിയോ പറഞ്ഞിട്ടുണ്ട്. വണ്ടി കൊടുക്കുന്നതിന്റെ തലേന്ന് രാത്രി ഞാൻ വൈറ്റ് ചെയ്ത് നമ്മുടെ പമ്പിൽ അവിടെ XP 100 ഉണ്ട്, അവിടെ നിന്ന് ഒരു 2 ലിറ്റർ അടിച്ചു. 2 ലിറ്റർ അടിച്ച് ഞാൻ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് അവിടെ അങ്കമാലി വരെ പോയി. ഫുൾ ത്രോട്ടിൽ ഞാൻ പോയത്. പോയൊന്ന് വണ്ടിക്ക് ഒരുമാതിരി പ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. അത് ഷിറ്റ്, ഞാനിത് മിസ്സായല്ലോ എന്നുള്ളത്. പിന്നെ ഒബ്വിയസ് ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ സമയത്ത് ഞാൻ CB350 ആണ് എടുക്കുന്നത്. ഒരു ക്രൂസറിലോട്ടാണ് ഞാൻ മാറുന്നതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ആ സമയത്ത് എൻ്റെ പ്രയോറിറ്റി അതായിരുന്നു. വൈഫുണ്ട്, വൈഫിനെയും കൂടെ ഇരുത്തി ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ കൊച്ചി കൂടുതൽ പോയി വരണം. RX എന്തായാലും അത് പറ്റില്ല. പിന്നെ വീട്ടിലുള്ളത് ഏവിയേറ്ററാണ്, അതും പറ്റില്ല. അപ്പോൾ എനിക്ക് ബൈക്ക് വേണം തന്നെയായിരുന്നു. അങ്ങനെ നോക്കി ഞാൻ ഷോർട്ട് ചെയ്ത വണ്ടിയായിരുന്നു Meteor 350 CB350. റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. വണ്ടി എടുത്തു. ഇപ്പോൾ 4 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി പതുക്കെ ഒരു അപ്ഗ്രേഡ് നോക്കണം. കാരണം ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ റൈഡ് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാവരുടെയും 400cc അബോവ് ആണ്. നമ്മൾ ഈ ക്രൂസിങ് ശീലിച്ച് ബാക്കിയുള്ളവരോട് പിടിച്ചു പോകാൻ പറ്റുന്നില്ല. എൻ്റെ വണ്ടിയുടെ മാക്സിമം ആണ് 120 എന്ന് പറഞ്ഞത്. അവരൊക്കെ 120 ഈസി ക്രൂസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മാക്സ് ആയിട്ട് പിഴിഞ്ഞടിച്ചാണ് പോണത്. അതുകൊണ്ടൊന്ന് ക്ഷീണമായി വരുന്നത്. അപ്പോൾ ഇവൻച്വലി വണ്ടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയത്ത് എക്സാക്ട്ലി. അപ്പോൾ റോണിപ്പോൾ വണ്ടി ഓടിച്ചിട്ടില്ലേ, ഇപ്പോൾ ലോങ് അധികം പോയിട്ടില്ല എന്ന് പറഞ്ഞു. ലോങ് ഒക്കെ പോയി പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ കൂടി പോയി തുടങ്ങിയുമ്പോൾ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ റോൺ തന്നെ തോന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി എന്നുള്ളത്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഇത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊരു ജെം-എഫ് ബൈക്ക് തന്നെയാണ്. സമയത്തിന് വരികയാണെങ്കിൽ നമുക്ക് ഞാൻ താങ്കൾക്ക് കൈമാറാം. അങ്ങനെ ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞാൽ മതി, ആ സമയത്ത് ഞാൻ എടുത്തോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. ഈ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റോഡും ഇവിടുത്തെ പിന്നെയും ഇപ്പോൾ കുറച്ച് ബെറ്ററാണ്. ബാംഗ്ലൂരൊക്കെ പരിതാപമാണ് റോഡിന്റെ അവസ്ഥ. ഫുട്പാത്തുകളെ കയറ്റിക്കൊണ്ടുപോകാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഈ വണ്ടിയൊക്കെ. പക്ഷേ പുല്ലേപ്പടി പാലം മിസ് ചെയ്യുന്നുണ്ട്. ഏതൊരു അഡ്വഞ്ചർ ബൈക്ക് ആയിരിക്കും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കൊച്ചിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പുല്ലേപ്പടി പാലം ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത് പാലാണ്. എനിക്കറിയാൻ പാടില്ല, ഇത്രയും വർഷമായിട്ട് ആ റോഡ് ഫുൾ പാച്ചാണ്. ആ പാച്ച് അടിച്ചെടുത്ത് ഈ ജേർക്കിംഗ് ആണ് വേണ്ടി. ഏറ്റവും വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോൾ വെച്ചിട്ട് ഈ അവസ്ഥയിൽ ടോൾ വെച്ചിട്ടൊരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്തതിന്റെ ഇൻഡിക്കേറ്ററാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറങ്ങുന്ന എക്സ്പൾസ്, അതായത് ലാസ്റ്റ് ഇറങ്ങിയ ഡാക്കാർ എഡിഷനിൽ വരുന്നത് LED ഒരു ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് ഇതിൽ സൂട്ട് എനിക്ക് തോന്നുന്നു ഒരു 500 rupees 600 rupees വരും. അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു തടിയൻ സാധനം നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ഭംഗിയുണ്ട്. ആ ഒരു സെയിം മോഡൽ തന്നെയാണ് ഇപ്പോൾ 210 വരുന്നത്. പിന്നെ ക്രാഷ് കാറിന്റെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ ബൈസൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ലെഗൻഡറി കസ്റ്റംസ് നമ്മുടെ ബാൻഡിൽ ഹോസ്പിറ്റൽ സ്റ്റോപ്പിന്റെ ബ്രാൻഡാണ്.
അവരും ഇറക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു കുറച്ചുകൂടി ഒരു ഹെവി ഡ്യൂട്ടി അല്ല എനിക്കും മാറ്റണമെന്നുണ്ട്. നമുക്ക് ധൈര്യസമേതം വണ്ടി വിട്ടുകളെ. ഇത് സ്റ്റോക്ക് ക്രാഷ് വിട്ട് കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, വണ്ടിക്ക് വേറെ എന്തെങ്കിലും പറ്റുമോ, അതാണ് പേടിക്കേണ്ട കാര്യം. ഈ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം വണ്ടി വീണെന്ന് പറഞ്ഞ സാഹചര്യത്തിലും വീഴുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ പിടിച്ചുപിടിച്ചാണ് വിട്ട് കളയല്ല, പക്ഷെ എന്നാലും എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ആ ഒരു ക്രാഷ് കാർഡാകുമ്പോൾ നമുക്ക് ആ ഒരു ധൈര്യം വരും, കാലും നോക്കണ്ട, അത് ചാടി കളഞ്ഞിട്ട്. വേറെ ഒന്നും അഡീഷണൽ ആയിട്ടൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് വണ്ടി കിട്ടിയപ്പോഴുള്ള LGPയുടെ വേറെ ഒന്നും അതിന്റെ ആവശ്യമുള്ളൂ. കാരണം അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് അതിന്, വൈറ്റും വാം വൈറ്റും സ്വിച്ച് ചെയ്യാൻ പറ്റും, അതിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. പിന്നെ അത് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഇതൊരു പ്രൊമോഷനായിട്ട് നമുക്ക് പറയാനും പറ്റില്ല, കാരണം ഇവിടെ പോലീസ് എന്തായാലും അതിനൊരു പ്രശ്നം. പക്ഷേ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് ഇത് ആവശ്യമാണെന്നാണ് ഞാൻ തോന്നുന്നത്. അത് ഈ വണ്ടി എന്നല്ല പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളുടെയും ഹെഡ്ലൈറ്റ് കണക്കാണ്. അപ്പോൾ എക്സ്പൾസ് പ്രോ ഈ വണ്ടി കൂടുതലും സിറ്റി യൂസ് ആണ് ചെയ്തിട്ടുള്ളത്. പുള്ളി വണ്ടി എടുത്തിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അധികം റൈഡൊക്കെ പോയി ഒരു പ്രൊവൈ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും എക്സ്പൾസ് പ്രോയുടെ ഒരു യൂസർ റിവ്യൂ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടത് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, റൈഡ് സേഫ്, ബൈ.